തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 12-ന് വിധി. ഇന്ന് ഹർജി പരിഗണിച്ച ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇഡിയുടെയും സെന്തിൽ ബാലാജിയുടെയും വാദങ്ങൾ കേട്ടു. വിവരങ്ങളുമായി മനേഷ് മൂർത്തിയാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇന്ന് ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ടു. കോടതി നടപടി എന്തൊക്കെയായിരുന്നു? 12-ന് വിധി പറയുകയാണല്ലോ. കൃഷ്ണ, നിരവധി തവണകളായി നൽകിയ ജാമ്യ ഹർജികൾ അത് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും വിചാരണ നടക്കുന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ സെന്തിൽ ബാലാജി ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ എന്തായാലും കൃത്യമായ അർത്ഥത്തിൽ തന്നെയാണ് സെന്തിൽ ബാലാജി മൂവ് ചെയ്യുന്നത്. അത് ആരോഗ്യപരമായ കാരണങ്ങൾക്കപ്പുറം സാധാരണ നിലയിൽ ഇപ്പോൾ നൽകിയ ഹർജികളിലെല്ലാം ആരോഗ്യപരമായ കാരണങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ഹർജിയിൽ 4 മാസത്തിലധികമായി ജയിൽവാസം അനുഭവിക്കുന്നു. ഒപ്പം തന്നെ ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ ഈ പറഞ്ഞ പോലെ ചെക്കപ്പും കാര്യങ്ങളും ആരോഗ്യപരമായ പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് എന്തായാലും ഹർജി നൽകിയിരിക്കുന്നത്, ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഇ ഡിയുടെ ഭാഗത്തു നിന്നുമാണെങ്കിൽ ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇ ഡി പറഞ്ഞൊരു കാര്യം, ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയായിരുന്നു. മുൻ നിലപാട് തന്നെയാണ് ഇ ഡി സ്വീകരിച്ചിരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജാമ്യം നൽകാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ആ രീതിയിലുള്ള അല്ലെങ്കിൽ ജാമ്യം നൽകേണ്ട വിധത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, സെന്തിൽ ബാലാജിയുടെ സഹോദരൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നോട്ടീസ് നൽകിയതാണ്. പക്ഷേ ഇതുവരെയും ഹാജരായിട്ടില്ല. മാത്രമല്ല അയാൾ എവിടെയാണ് ഉള്ളത് എന്ന് പോലും ഇ ഡിക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ ഒരു കാലയളവിൽ ജാമ്യം നൽകിയാൽ അദ്ദേഹത്തിൻ്റെ ഈ സെന്തിൽ ബാലാജിക്ക് ജാമ്യം നൽകിയാൽ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും എന്തായാലും ഇ ഡി വാദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗത്തിൻ്റെയും വാദങ്ങൾ വിശദമായി ഇന്നിപ്പോൾ കേൾക്കുകയും ഇന്നിപ്പോൾ പൂർണ്ണമായും തന്നെ ആ രണ്ട് വിഭാഗങ്ങളും നൽകിയ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ 12-ാം തീയതിയിലേക്ക് കേസ് വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.